ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യൻ നേവിയുടെ ഏറ്റവും പുതിയ തദ്ദേശീയ നാവിക കപ്പൽ മസ്കറ്റ് തുറമുഖത്തെത്തി. INS സൂററ്റാണ് ഒമാൻ സന്ദർശനത്തിന്റെ ഭാഗമായി മസ്കറ്റ് ഗവർണറേറ്റിലെത്തിയത്. കമാൻഡിംഗ് ഓഫീസർ ക്യാപ്റ്റൻ സന്ദീപ് ഷോറിയും ഒമാനിലെ ഇന്ത്യൻ അംബാസിഡർ GV ശ്രീനിവാസും കൂടിക്കാഴ്ച നടത്തി. ഒമാൻ പ്രതിരോധ മന്ത്രാലയത്തിലെയും റോയൽ നേവി ഓഫ് ഒമാനിലെയും ഉദ്യോഗസ്ഥർ കപ്പൽ സന്ദർശിച്ചു. ഇന്ത്യൻ കപ്പൽ നിർമ്മാണത്തിന്റെ വൈദഗ്ധ്യത്തെ ഇവർ പ്രശംസിക്കുകയും ചെയ്തു. ഇന്ത്യൻ സമുദ്ര പാരമ്പര്യവും നാവിക ശക്തിയും കണ്ടെത്തുന്നതിനായി ഒമാനിലെ വിവിധ ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നുള്ള 110 വിദ്യാർത്ഥികളും INS സൂററ്റ് കപ്പൽ സന്ദർശിച്ചു. ഇന്ത്യയുടെ 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനൊരുങ്ങി ഒമാനിലെ പ്രവാസി സമൂഹം. ഇന്ത്യൻ എംബസിയിൽ പുലർച്ചെ 5:45 അംബാസിഡർ ശ്രീനിവാസ് പതാക ഉയർത്തി. രാഷ്ട്രപതിയുടെ സന്ദേശം അംബാസിഡർ സദസ്സിൽ വായിച്ചു. എക്സിബിഷൻ ഉൾപ്പെടെ വ്യത്യസ്ത പരിപാടികളാണ് എംബസിയിൽ ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ രജിസ്റ്റർ ചെയ്തവർക്കാണ് പങ്കെടുക്കാൻ അവസരം ലഭിച്ചത്. ഒമാനിലെ പ്രവാസി സമൂഹം ഇന്ത്യയുടെ 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനൊരുങ്ങി. ഇന്ത്യൻ എംബസിയിൽ പുലർച്ചെ 5:45 അംബാസിഡർ ശ്രീനിവാസ് പതാക ഉയർത്തി. രാഷ്ട്രപതിയുടെ സന്ദേശം അംബാസിഡർ സദസ്സിൽ വായിച്ചു കേൾപ്പിച്ചു. എക്സിബിഷൻ ഉൾപ്പെടെയുള്ള വ്യത്യസ്ത പരിപാടികളാണ് എംബസിയിൽ ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ രജിസ്റ്റർ ചെയ്തവർക്കായിരുന്നു പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചത്. ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷ സമയത്ത് ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനും ഇന്ത്യൻ ജനതയ്ക്കും ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് ആശംസകൾ നേർന്നു. ഇന്ത്യൻ പ്രസിഡന്റിന് ആയുരാരോഗ്യവും സന്തോഷങ്ങളും നേരുന്നതായും രാജ്യത്തെ ജനങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകട്ടെയെന്നും ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് സന്ദേശത്തിൽ പറഞ്ഞു. രാജ്യത്ത് 3 സ്ഥലങ്ങളിൽ കൂടി കോൺസുലാർ പാസ്പോർട്ട് വിസ സേവന കേന്ദ്രങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു. സൂർ, നിസ്വ, ബർക്ക എന്നിവിടങ്ങളിലാണ് പുതുതായി കേന്ദ്രങ്ങൾ ആരംഭിച്ചത്. ഇതോടെ ഒമാനിലെ ഇന്ത്യൻ കോൺസുലാർ ആപ്ലിക്കേഷൻ സെന്ററുകളുടെ എണ്ണം 7 ഉയർന്നു. മസ്കറ്റിലും സലാലയിലും ഇബ്രിയിലും ദുക്കമിലും കഴിഞ്ഞ ആഴ്ചകളിലായി പ്രവർത്തനം ആരംഭിച്ചിരുന്നു. സൂറിൽ സിറ്റി വർക്ക് മാളിന് ഗ്രൗണ്ട് ഫ്ലോറിൽ ഷോപ്പ് നമ്പർ 9 സെന്റർ. നിസ്വ നുജൂം മാളിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഷോപ്പ് നമ്പർ 3 ബർക്ക ലുലു ഹൈപ്പർ മാർക്കറ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഷോപ്പ് നമ്പർ 1 SGIV കേന്ദ്രങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. പാസ്പോർട്ട് പുതുക്കൽ, വിസ പ്രോസസ്സിംഗ്, അറ്റസ്റ്റേഷൻ, ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ അപേക്ഷകൾ തുടങ്ങി നിരവധി സേവനങ്ങൾ ഇവിടെ കേന്ദ്രങ്ങൾ കൈകാര്യം ചെയ്യും. പ്രത്യേക ലിങ്ക് വഴി മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതുണ്ട്. സൊഹർ, ഇബ്ര, ബുറൈമി, ഖസബ് എന്നിവിടങ്ങളിലും കേന്ദ്രങ്ങൾ ഉടൻ പ്രവർത്തനം ആരംഭിക്കും. പ്രവാസിയുടെ വീട്ടിൽ അതിക്രമിച്ച് കയറുകയും പണം തട്ടിയെടുക്കുകയും ചെയ്ത സംഭവത്തിൽ 5 സ്വദേശി പൗരന്മാരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ജാലാൻ ബനി ബു അലി വിലായത്തിലെ അഷ്കറയിലാണ് സംഭവം. തെക്കൻ ഷെർക്ക ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതികളെ പിടികൂടിയത്. ഇവർക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്നും പോലീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഗ്രേറ്റർ ഇസ്രായേൽ പദ്ധതിയെ ഒമാൻ തള്ളി. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയിൽ അപലപിച്ച വിദേശകാര്യ മന്ത്രാലയം അന്താരാഷ്ട്ര നിയമങ്ങൾ വ്യക്തമായി ലംഘിക്കുന്നതും ഫലസ്തീൻ ജനതയുടെ സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കാനുള്ള നിയമാനുസൃത അവകാശങ്ങളെ ഹനിക്കുന്നതുമാണെന്നും വ്യക്തമാക്കി. ഗാസയിലെ ഇത്തരം ഏറ്റെടുക്കൽ പദ്ധതി പ്രാദേശിക സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഭീഷണി ഉയർത്തുകയും ശത്രുതയും പിരിമുറുക്കവും വർദ്ധിപ്പിക്കുകയും ചെയ്യും. മേഖലയിലെ രാജ്യങ്ങൾക്കിടയിൽ സംഘർഷം ലഘൂകരിക്കലും സഹകരണം ആവശ്യമുള്ള സമയത്താണ് ഇത് വരുന്നതെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. രാജ്യങ്ങളുടെ പരമാധികാരം, ഐക്യം, പ്രാദേശിക സമഗ്രത എന്നിവയെ പിന്തുണയ്ക്കുന്നതിലും ദേശീയ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുന്നതിനോ മേഖലയുടെ രാഷ്ട്രീയ ഭൂമിശാസ്ത്രത്തിൽ മാറ്റം വരുത്തുന്നതിനോ ലക്ഷ്യമിട്ടുള്ള ഏതൊരു പദ്ധതിയും എതിർക്കുന്ന ഒമാന്റെ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച ഒമാൻ 1967 ജൂൺ 4 കിഴക്കൻ ജെറുസലേം തലസ്ഥാനമാക്കി സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇത്തരം ആക്രമണാത്മക നയങ്ങൾക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കാനും ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും
മേഖലയിൽ നീതിയുക്തവും സമഗ്രവും ശാശ്വതവുമായ സമാധാനം കൈവരിക്കാൻ സഹായിക്കാനും ഒമാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് ആഹ്വാനം ചെയ്തു. ദോഹയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള വിവിധ റോഡുകളിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുന്നതിനായി പൊതുമരാമത്ത് അതോറിറ്റി അഷ്കാൽ താൽക്കാലിക റോഡ് അടയ്ക്കലുകൾ പ്രഖ്യാപിച്ചു. 2025 ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ച പുലർച്ചെ 12 മണി മുതൽ 2025 ഓഗസ്റ്റ് 16 ശനിയാഴ്ച പുലർച്ചെ 5 മണി വരെ ഷെറട്ടൺ ഇന്റർചേഞ്ചിൽ നിന്നും അൽതാവൂൻ ഇന്റർചേഞ്ചിലേക്കുള്ള റോഡിൽ 2 വരികൾ അടച്ചിടും. സെൽവ റോഡിൽ നിന്നും മഷീറബ് ഇന്റർസെക്ഷനിലേക്ക് പോകുന്ന വാഹനങ്ങൾക്കായി ജാബുർ ബിൻ അഹമ്മദ് ഇന്റർസെക്ഷനിലെ ഇടത്തോട്ടുള്ള വളവിലെ റോഡ് 2025 ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ച പുലർച്ചെ 2 മണി മുതൽ 2025 ഓഗസ്റ്റ് 17 ഞായറാഴ്ച പുലർച്ചെ 5 മണി വരെ പൂർണ്ണമായും അടച്ചിടും. അൽബിദ സ്ട്രീറ്റിൽ ഒറിക്സ് ഇന്റർചേഞ്ചിൽ നിന്നും വാദി അൽ സൈൽ ഇന്റർസെക്ഷനിലേക്കുള്ള ഗതാഗതം ഭാഗികമായി അടയ്ക്കും. അൽബിദ സ്ട്രീറ്റിലേക്കുള്ള സൗജന്യ വലതുപാത റോഡിന്റെ 2 വ്യത്യസ്ത ഭാഗങ്ങളിൽ അടയ്ക്കും. 2025 ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ച പുലർച്ചെ 2 മണി മുതൽ 2025 ഓഗസ്റ്റ് 17 ഞായറാഴ്ച പുലർച്ചെ 5 മണി വരെ ഈ അടച്ചിടൽ നീണ്ടുനിൽക്കും. റോഡ് ഉപയോക്താക്കൾ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്താൻ ലഭ്യമായ സൗജന്യ പാതകൾ ഉപയോഗിക്കാനോ പകരം വഴികൾ സ്വീകരിക്കാനോ അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. 2026 ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള നറുക്കെടുപ്പ് പൂർത്തിയായപ്പോൾ കേരളത്തിൽ നിന്നും 8530 പേർക്ക് അവസരം. കഴിഞ്ഞ ദിവസം മുംബൈ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഓഫീസിലാണ് നറുക്കെടുപ്പ് നടന്നത്. നറുക്കെടുപ്പിന് ശേഷം വെയിറ്റിംഗ് ലിസ്റ്റും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അവസരം ലഭിച്ചവരുടെയും വെയിറ്റിംഗ് ലിസ്റ്റും ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റിൽ ഉടൻ പ്രസിദ്ധീകരിക്കും. സംസ്ഥാനത്ത് നിന്നും ഈ വർഷം 27,123 അപേക്ഷകളാണുള്ളത്. ഇതിൽ 11,037 പുരുഷന്മാരും 16,086 സ്ത്രീകളുമാണ്. സൗദി അറേബ്യ ഹജ്ജ് ക്വാട്ട പ്രഖ്യാപിക്കുന്നതിന് മുമ്പാണ് ഈ വർഷം ഹജ്ജ് നറുക്കെടുപ്പ് നടത്തിയത്. ആയതിനാൽ 1,00,000 സീറ്റിലേക്കാണ് നറുക്കെടുപ്പ് നടന്നത്. ക്വാട്ട പ്രഖ്യാപിക്കുന്നതോടെ കൂടുതൽ പേർക്ക് അവസരമുണ്ടാകും. യാത്ര റദ്ദാക്കുന്നവരുടെ ഒഴിവിലേക്ക് വെയിറ്റിംഗ് ലിസ്റ്റിലെ ക്രമനമ്പർ പ്രകാരം അവസരവും ലഭിക്കും. സൗദി ഹജ്ജ് ക്വാട്ട പ്രഖ്യാപിക്കുന്നതോടെ കൂടുതൽ പേർക്ക് അവസരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വൈദ്യുതി ജല സേവനങ്ങളുമായി ബന്ധപ്പെട്ട് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന തട്ടിപ്പ് കോളുകൾക്കും സന്ദേശങ്ങൾക്കുമെതിരെ അതോറിറ്റി ഫോർ പബ്ലിക് സർവീസസ് റെഗുലേഷന്റെ മുന്നറിയിപ്പ്. ഫോൺ കോൾ വഴി OTPയും മറ്റും ചോദിക്കുന്നത് ബാങ്കിംഗ് വിവരങ്ങൾ ശേഖരിക്കാനാണ്. ഇത് നൽകുന്നതിലൂടെ അക്കൗണ്ടിൽ നിന്നും പണം പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഒരു സാഹചര്യത്തിലും സേവന ഗുണഭോക്താക്കളിൽ നിന്നും OTP, ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ, മറ്റ് രഹസ്യ സാമ്പത്തിക വിവരങ്ങൾ എന്നിവ ആവശ്യപ്പെടാറില്ലെന്നും അതോറിറ്റി ഔദ്യോഗിക പ്രസ്താവനയിൽ വ്യക്തമാക്കി. ശരിയായ വിവരങ്ങൾ വ്യക്തമാക്കാത്ത ഏതെങ്കിലും കോളുകൾ ലഭിക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും അത്തരം കോളുകളുമായി സഹകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും ബന്ധപ്പെട്ട അധികാരികളുമായി നേരിട്ട് ആശയവിനിമയം നടത്തി റിപ്പോർട്ട് ചെയ്യണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. നേരത്തെയും സമാന സംഭവങ്ങളിൽപ്പെട്ട് മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ബാങ്കിൽ നിന്നും പണം നഷ്ടമായിരുന്നു. ഒമാനിൽ കിങ് ഫിഷ് പിടിക്കുന്നതിന് താൽക്കാലിക വിലക്ക് നാളെ മുതൽ പ്രാബല്യത്തിൽ. ഒക്ടോബർ 15 വരെയാണ് വിലക്ക് നിലനിൽക്കുകയെന്ന് കാർഷിക മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം അറിയിച്ചു.